പൊരുത്തപ്പെട്ട് തുടങ്ങിയല്ലേ പറ്റത്തുള്ളൂ. കാരണം ഏട്ടനില്ല എന്ന് ആളുടെ പ്രസൻസ് ഇല്ല എന്നേ എനിക്ക് തോന്നുള്ളൂ. ആത്മാവെന്ന് പറയുന്നൊരു സത്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിരിക്കും. എനിക്കും നെഗറ്റീവാണ്, എൻ്റെ മക്കൾക്കും നെഗറ്റീവാണ്. ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ മോനെ അമ്മയാകാവോ, ഞങ്ങളെ നോക്കുമോ എന്ന് ചോദിച്ചാൽ കിച്ചുവാണ് പറഞ്ഞത്. മോനാ പറഞ്ഞത്, അച്ഛാ ഈ അമ്മേനെ നമുക്ക് എടുക്കാം, അമ്മയായിട്ട് എടുക്കാം അച്ഛാ. ഏട്ടനെയും മോനെ എന്താ പറയുക നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്വഭാവവും കാര്യങ്ങളൊക്കെ. അതുപോലെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. എല്ലാവരോടും ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹം ചേട്ടൻ തന്നു. 5 വർഷമേ ഉള്ളായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം. പക്ഷെ 500 നൂറ്റാണ്ടത്തെ സ്നേഹം തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നീ ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ പിടിച്ചു നിൽക്കുന്നത്, വേറെ വല്ലതും ആണെങ്കിൽ ഞാൻ എപ്പോഴേ തകർന്നു പോയേനെ എന്നുള്ളൊരു വാക്ക് എപ്പോഴും പറയായിരുന്നു. ഞാൻ എപ്പോഴും ധൈര്യം കൊടുക്കുവായിരുന്നു. കാരണം ഏട്ടൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് 100 നാക്കാണ്, അത് ഇങ്ങനെ നിർത്താൻ പറ്റണില്ല. കാരണം ഞാനൊരു പൊട്ട് തൊട്ട അല്ലെങ്കിൽ ഒരു എന്താ പറയുക മുഖത്തൊരു പൗഡർ ഇട്ടാൽ അത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് കുറ്റമായിട്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഏട്ടൻ മരിച്ചിട്ടില്ല, എൻ്റെ കൂടെ ഉണ്ട്. ആളുടെ ഇഷ്ടപ്രകാരം ഞാൻ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഉറങ്ങിക്കാണും, അതായിരിക്കണം സംഭവിച്ചത്. ഇപ്പം വരും, ഞാൻ 5 മണിയാകുമ്പോൾ ചങ്ങനാശ്ശേരി എത്തും. വാവട്ടയും മോനും കൂടെ വന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആൾക്ക് പിന്നെ വീഡിയോ കോൾ ചെയ്യുന്നേ. അപ്പം ഞാൻ ഓർത്തിത് എന്താ ഏട്ടാ രാവിലെ ഇങ്ങനെ വരുമല്ലോ, പിന്നെ എന്തിനാ വീഡിയോ കോൾ? ഞാനും കടന്ന് കുഞ്ഞും കടന്ന്. ഇല്ല കേട്ടോ, എനിക്കൊന്ന് കുഞ്ഞിനെ കാണണം. ഒരു കരച്ചിൽ പെട്ടെന്ന് ചോദിച്ചേട്ടാ. അപ്പം ഞാൻ ചോദിച്ചു കാറിൽ കയറാൻ വേണ്ടി പോവാം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തിനാ ഏട്ടാ കരയുന്നത്? പൊട്ടിക്കരയോ? വാവട്ട എൻ്റെ ഋതപ്പനെ നോക്കിക്കോണേ, കിച്ചു എന്ത് ചെയ്യടി, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ, പിള്ളേരെ നോക്കിക്കോണം. എന്നിട്ടിപ്പോൾ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അവിടെ തൊട്ട് ഇവിടം വരെ ആൾക്കാർ നിൽക്കാം. ഞാൻ കഥവ് തുറന്നപ്പോഴത്തേനും ഒരു വിശ്വാസം, എന്നെ 2 പേരും നോക്കുമെന്ന്, 2 ആൺകുട്ടികൾ എന്നെ നോക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പമുള്ളത് രേണു ചേച്ചിയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ്. ചേച്ചി സ്വാഗതം. ചേച്ചി എവിടെ തുടങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് ചോദിച്ചു തുടങ്ങുന്നത്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം അത്രത്തോളം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരു ആളായിരുന്നു സുധിച്ചേട്ടൻ. അപ്പം ശരിക്കും ചേച്ചി ആ ഒരു ജീവിതത്തോട്, ചേട്ടനില്ലാത്ത ആ ഒരു ജീവിതത്തോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയല്ലേ പറ്റത്തുള്ളൂ. കാരണം ഏട്ടനില്ല എന്ന് ആളുടെ പ്രസൻസ് ഇല്ല എന്നേ എനിക്ക് തോന്നുള്ളൂ. പക്ഷെ പ്രസൻസ് അല്ല, ആളുടെ ഒരു സാന്നിധ്യം ഇല്ല എന്നേ തോന്നുള്ളൂ. പക്ഷെ ആത്മാവെന്ന് പറയുന്നൊരു സത്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഇപ്പം ഏട്ടനുള്ള പോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിരിക്കും. എനിക്കും നെഗറ്റീവാണ്, എൻ്റെ മക്കൾക്കും നെഗറ്റീവാണ്, എന്നെ കാണുന്ന സമൂഹത്തിനും അത് നെഗറ്റീവായിട്ട് തന്നെ തോന്നും. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് വേദന, ഭർത്താവ് മരിച്ചിട്ട് എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചുപോയി, എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ പറയും ഞാൻ ജീവിക്കുന്നില്ലേ. കാരണം ഇപ്പം മോള് ചോദിച്ചത് എങ്ങനെയാ അത് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടെന്ന്. ആ പൊരുത്തപ്പെട്ട് തുടങ്ങി ഞാൻ തുടങ്ങി. അതെ, ഇപ്പം ശരിക്കും ചേച്ചിയുടെയൊക്കെ ഒരു പ്രണയവിവാഹം ആയിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ എനിക്ക് തോന്നുന്നു അധികം ആർക്കും അതിൻ്റെ ഒരു സ്റ്റോറിയോ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ചേട്ടനാണെങ്കിലും അധികം ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം അറിയാത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഒന്ന് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാവുന്നു? തീർച്ചയായിട്ടും. അത് നമ്മുടെ ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക്കിന് മുന്നേ ടമാർ പടാറ്. അപ്പൊ അതിലെ സ്ക്രിപ്റ്റ് റൈറ്റർ സുബീഷ് കിന്നസ് എന്ന് പറയുന്ന ചേട്ടൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പൊ സുധിച്ചേട്ടനെ എനിക്ക് ഈ ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന കണ്ടിട്ട് ഭയങ്കര എന്താ പറയാ, ആളുടെ അടുത്ത് ഭയങ്കര ഇഷ്ടം തോന്നിയായിരുന്നു. അങ്ങനെ ഇഷ്ടം തോന്നി ഞാൻ ഈ സുബീഷ് കിന്നസ് ചേട്ടൻ്റെ അടുത്ത് സുബീഷ് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സുബീഷ് ചേട്ടൻ എനിക്ക് ആ കൊല്ലം സുധിച്ചേട്ടൻ്റെ എനിക്ക് പരിചയപ്പെടണം, ഭയങ്കര ഇഷ്ടമാണ്, നമ്പർ തരാം. അപ്പം ആദ്യമൊന്നും ചേട്ടൻ തന്നില്ല സുബീഷ് ചേട്ടൻ. അങ്ങനെ ഞാൻ കുറേ നാളിങ്ങനെ ചോദിച്ചപ്പോൾ നമ്പർ തന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ സുധിച്ചേട്ടനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് വിളിച്ചു. അപ്പോഴൊന്നും റിപ്ലൈ തരുന്നില്ല. ഞാൻ വാട്സപ്പിൽ ഹായ് അയച്ച്, എന്നിട്ടൊന്നും റിപ്ലൈ തരുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് ആരാന്ന് ചോദിച്ചത്. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫാനാന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ പറഞ്ഞു ഓക്കെ മക്കളെന്നാണ് വിളിക്കുന്നത്. ഇപ്പം എന്നെയും എല്ലാവരും മക്കളെന്നാണ് ആൾ വിളിക്കുന്നത്. ഓക്കെ മക്കളെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം അറിയുന്ന ആൾക്ക് മോനുണ്ടെന്നറിയാം, മോന് അമ്മയില്ലാന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം 11 വയസ്സുള്ള മോനായിരുന്നു അന്ന് കിച്ചു രാഹുല്.
അപ്പം ഏട്ടൻ എൻ്റെ അടുത്ത് പറയുന്നു എൻ്റെ മോനെ അമ്മയാകാവോ ഞങ്ങളെ നോക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും ആലോചിച്ചില്ല, മുന്നോട്ടൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞ ഏട്ടാ എനിക്ക് ഏട്ടനെ ഇഷ്ടമാണ്, അതുപോലെ മോനെ കഥകളൊക്കെ പറഞ്ഞു, മോനെ അമ്മയില്ലാത്ത കാര്യങ്ങളും അമ്മയെ അന്ന് ഇട്ടിട്ട് പോയ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. അപ്പം ഞാൻ പറഞ്ഞ ഏട്ടാ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ രണ്ടുപേരെ മരണം വരെ, എൻ്റെ മരണം വരെ ഞാൻ നോക്കിക്കോളാം എന്ന് ഒരു വാക്ക് ഞാൻ കൊടുത്തായിരുന്നു. അങ്ങനെ അവരെ പോയി രണ്ടുപേരെയും പോയി ഒരു ദിവസം കണ്ട് ഇഷ്ടമായി. അങ്ങനെ കിച്ചുവാണ് പറഞ്ഞത്, മോനാ പറഞ്ഞത് അച്ഛാ ഈ അമ്മേനെ നമുക്ക് എടുക്കാം, അമ്മയായിട്ട് എടുക്കാം അച്ഛാ. അപ്പോൾ സുചേട്ടൻ്റെ മോനോട് പറഞ്ഞ എടാ ഈ അമ്മേനെ ഞാൻ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് അച്ഛാ എന്ന് പറഞ്ഞാണ് ഒരു അവിടെ തൊട്ടായിരുന്നു സ്റ്റാർട്ടിങ് തുടങ്ങിയത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിലറിഞ്ഞ്, പിന്നെ ആദ്യമൊക്കെ ഒരു ചെറിയ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ പോട്ടെ, ഏട്ടനെയും മോനെയും എന്താ പറയുക നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്വഭാവവും കാര്യങ്ങളൊക്കെ. അതുപോലെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു എല്ലാവരുടെ അടുത്തും, എന്നോടൊന്നല്ല വീട്ടുകാരോടും എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമായിരുന്നു. അങ്ങനെ പിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്ത് അങ്ങനെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നപ്പോൾ എനിക്കൊരു വാക്ക് തന്നായിരുന്നു, എല്ലാ വെള്ളിയാഴ്ച എന്നെ ഇങ്ങോട്ട് കോട്ടയത്തോട്ട് കൊണ്ടുവരാം, നിൻ്റെ വീട്ടിൽ കൊണ്ടുവരാമെന്ന്. അതുപോലെ സാധിപ്പിച്ചു. ഷൂട്ടാണെങ്കിൽ ഞാനും കിച്ചും കൂടെ ഇവിടെ വരും, വെള്ളി ശനി നിന്നിട്ട് തിങ്കളാഴ്ച വെളുപ്പിന് ഞങ്ങൾ തിരിച്ച് കൊല്ലത്തോട്ട് വരുന്നത്. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് ചേച്ചിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുമ്പം ചേച്ചിക്ക് അറിയില്ലായിരുന്നു ഒരു മകനുണ്ട്? അല്ല അറിയായിരുന്നു, പക്ഷെ അവരുടെ കഥകളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കഥകൾ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ ആഴത്തിലുള്ള ഒരു സ്നേഹം തോന്നിയത്. കാരണം പാവമല്ലേ, ആ കുഞ്ഞിന് അമ്മയില്ല, അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി. കുഞ്ഞിനോടാണ് ആദ്യം അറ്റാച്ച്മെന്റ് തോന്നിയത്. പിന്നെ ഏട്ടനോട് സ്നേഹമായി, ആ ഒരു സ്നേഹത്തിൽ അങ്ങനെ പ്രണയമായി, അങ്ങനെ എല്ലാമായി. ഇപ്പൊ എത്ര പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പം ഒരു അന്യമതസ്ഥൻ അല്ലെങ്കിൽ ഒരു രണ്ടാമത് വിവാഹം കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ഒരു എതിർപ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഇത് അവതരിപ്പിച്ചപ്പോ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? പ്രശ്നമായിട്ടൊന്നും ഇല്ലായിരുന്നു, ഞാൻ പറയുന്ന പോലെ ആയിരുന്നു. കാരണം ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് അയ്യോ ഇങ്ങനെ വെച്ച്, എല്ലാവരും അങ്ങനെയല്ലേ. പക്ഷെ പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞ് ഇവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനോടും മോനോടും അതായത് സൂചേട്ടനോടും മോനോടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എൻ്റെ വീട്ടുകാർക്ക് എന്നെക്കാളും ഭയങ്കര ഇഷ്ടമായി അവരുടെ അടുത്ത്. അതുപോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു സൂചേട്ടൻ. അപ്പൊ ചേച്ചി ഇപ്പൊ നമ്മള് സ്ക്രീനിൽ കണ്ട ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് സുധിച്ചേട്ടനോട് ഇഷ്ടമാണെന്ന് നമ്മൾ അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത്. അത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അതിനുശേഷമുള്ളൊരു ജീവിതം ചേച്ചി ആഗ്രഹിച്ച പോലൊക്കെ തന്നെ ആയിരുന്നു? സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്താ പറയാ, ഭയങ്കര എന്താ പറയാ, ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹം ചേട്ടൻ തന്നു. 5 വർഷമേ ഉള്ളായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം. പക്ഷെ 500 നൂറ്റാണ്ടത്തെ സ്നേഹം തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കൊറോണ ആ ടൈമിലാണെന്ന് തോന്നുന്നു, 3 വർഷം മുന്നേ. 5 വർഷമാണ് ദാമ്പത്യം, 3 വർഷം മുന്നേ കൊറോണ വന്നു കഴിഞ്ഞ് കുഞ്ഞു ആയിക്കഴിഞ്ഞപ്പോഴാണ് കൊറോണ കാര്യങ്ങളൊക്കെ വന്ന്. അതോടുകൂടി സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എങ്കിലും അപ്പം സുധിച്ചേട്ടൻ എപ്പോഴും പറയായിരുന്നു, എന്നെ വാവക്കുട്ടയെന്ന് വിളിക്കുന്നത്, എൻ്റെ പേര് പോലും വിളിച്ചിട്ടില്ല. വാവട്ട നീ ഉള്ളോണ്ടാട്ടോ ഞാൻ പിടിച്ചു നിൽക്കുന്നത്, വേറെ വല്ലതും ആണെങ്കിൽ ഞാൻ എപ്പോഴേ തകർന്നു പോയേനെ എന്നുള്ളൊരു വാക്ക് എപ്പോഴും പറയായിരുന്നു. ഞാൻ എപ്പോഴും ധൈര്യം കൊടുക്കുമായിരുന്നു, അത് പോകാൻ പറയട്ടാ, എന്ത് പ്രശ്നം, അത് വിട്ടേക്ക്, നമ്മള് അങ്ങനെ പറയായിരുന്നു. അപ്പൊ പിന്നെ ഏട്ടനെ പറയും, ഈ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നിന്നെ എനിക്ക് സ്നേഹിക്കാൻ മറന്നുപോയല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയാം. അത് സാരമില്ല ഏട്ടൻ, ഇനി സമയം കിടക്കുമല്ലേ എന്നൊക്കെ പറയായിരുന്നു. കാരണം ഏട്ടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് 100 നാക്കാണ്, അത് ഇങ്ങനെ നിർത്താൻ പറ്റണില്ല. ചേട്ടൻ എനിക്ക് തോന്നുന്നു ചേച്ചിയും മക്കളുമാണ് ലൈഫിലെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള ചേട്ടൻ ലോകം എന്ന് തന്നെ പറയുന്നത്. ഷൂട്ടില്ലെങ്കിൽ ഇവിടെ തന്നെയാണ്, ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും. കാരണം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഉറങ്ങി വന്ന എന്നാന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ഞങ്ങൾ പിള്ളേർ ഉറക്കത്തില്ലായിരിക്കും, എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കണം. ഇവിടെ കളിയും ചിരിയും കൊച്ചുമായിട്ട് പാത്തിരിക്കുന്നു, സാറ്റ് കളി, ഇതൊക്കെയായിരുന്നു ഏട്ടൻ. അപ്പം എപ്പോഴും പുള്ളിയാണ് കടയിൽ പോകുന്നതും തിരിച്ചു വരുന്നതും, നടന്ന് ചിലപ്പം പെട്രോൾ അടിച്ചില്ലെങ്കിൽ വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിൽ ആള് നടന്നു പോകും, ഞാലിവഴി കവല വരെ നടന്നു പോയി സാധനം മേടിച്ചോണ്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യത്തിനും ആൾക്ക് തന്നെ എല്ലാം ചെയ്യണം. ഇപ്പം ഞാൻ അങ്ങോട്ട് ഫുഡ് വിളമ്പി കൊടുക്കുന്ന ഇഷ്ടമില്ല, ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളമ്പി തരും. ഞാൻ അങ്ങോട്ട് വിളമ്പി കൊടുത്തപ്പോൾ എന്താ വാക്കുട്ട നീ എനിക്ക് ഫുഡ് വിളമ്പുന്നത്, ഞാൻ അല്ലേ വിളമ്പിത്, അങ്ങനെ ഒരാളായിരുന്നു ഏട്ടൻ. കാരണം അത് ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയാ, നോവുന്ന ഒരു ഓർമ്മയാണെങ്കിലും അത് അങ്ങനെ ഒരാളായിരുന്നല്ലോ എൻ്റെ ഏട്ടൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളില് അഭിമാനവും ഉണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കാരണം സ്നേഹത്തിന്റെ കാര്യത്തില് ചേച്ചിയുടെ ഇപ്പോഴുള്ള സംസാരം കേൾക്കുമ്പോൾ പോലും സുധിച്ചേട്ടൻ ഇപ്പോഴും ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയാണ്. എനിക്ക് ആള് പോയെന്നോ മറ്റുള്ളവർക്കാണ് ആള് പോയത്, അല്ലെങ്കിൽ ഞാൻ വിധവ എന്നുള്ള ഫീലിംഗ്. കാരണം ഞാനൊരു പൊട്ട് തൊട്ട അല്ലെങ്കിൽ ഒരു എന്താ പറയാ മുഖത്തൊരു പൗഡർ ഇട്ട അത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് കുറ്റമായിട്ടാണ്. പക്ഷെ എൻ്റെ ഏട്ടനെ സംബന്ധിച്ച് ഞാനിപ്പോ ആളുടെ കൂടെ കവല വരെ ഒന്ന് ബൈക്കിൽ പോണെങ്കിൽ എന്താ പറയാ ഒരു പൊട്ട് തൊട്ടലിനോട് പാവക്കുട്ട നീ എന്താ പൊട്ട് തൊടാത്തെ,
അയ്യേ വാവട്ടെ പൊട്ടുവിടുവാവട്ടെ, എന്താ വാവട്ടെ ഒരുങ്ങുവാവട്ടെ, അങ്ങനെ ഒരാളായിരുന്നു. കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഏട്ടൻ അങ്ങനെ എന്നെ കൊണ്ടു നടന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഏട്ടൻ മരിച്ചിട്ടില്ല, എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ആളുടെ ഇഷ്ടപ്രകാരം ഞാൻ നടക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് നെഗറ്റീവ് കമന്റ് ഞാൻ ചില കമന്റ്സിന്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. അല്ലാണ്ട് ഞാൻ വേറൊന്നും വലിയ കാര്യമായിട്ടൊന്നും നോക്കാറില്ല എന്ത് വന്നാലും. എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം ചേച്ചിക്ക് മറക്കാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല, മറക്കാൻ പറ്റത്തേ. ഇന്നലെയും കൂടെ ഓർത്തു, കാരണം എന്നും ഓർക്കും ഞാൻ. അന്ന് ഒരു ഷോ കഴിഞ്ഞിട്ട് പോകുന്നത് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ്, അതായത് ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ, വെളുപ്പിനത്തെ ഡ്രൈവിംഗ് അല്ലേ. സോ ഉറങ്ങിപ്പോ എല്ലാരും ഉറങ്ങിക്കാണും, അതായിരിക്കണം സംഭവിച്ചത്. 12:45 വരെ എന്നെ കോൾ ചെയ്ത് തലേന്ന് കോൾ ചെയ്ത് ഇരിക്കുവായിരുന്നു. ഇപ്പം വരും, ഞാൻ 5 മണിയാകുമ്പോൾ ചങ്ങനാശ്ശേരി എത്തും, വാവട്ടയും മോനും കൂടെ വന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ ശരി കേട്ടാന്ന് പറഞ്ഞു. എന്നിട്ടും ആൾക്ക് പിന്നെ വീഡിയോ കോൾ ചെയ്യുന്നേ. അപ്പം ഞാൻ ഓർത്തിത് എന്താ ഏട്ടാ, രാവിലെ ഇങ്ങനെ വരുമല്ലോ, പിന്നെ എന്തിനാ ഏട്ടാ വീഡിയോ കോൾ? ഞാനും കടന്ന് കുഞ്ഞും കടന്ന്. ഇല്ല കേട്ടോ, എനിക്കൊന്ന് കുഞ്ഞിനെ കാണണം. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നറിയാം, ഞാനിപ്പം ചോദിച്ചു, ആഹാ അപ്പം അതിലേ വഴി വേറെ ഷൂട്ടിന് പോവാല്ലേ, കള്ളത്തരം പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞു അല്ലല്ല, എനിക്ക് കുഞ്ഞിനെ കാണണം. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ കോൾ ചെയ്തോണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഡൗട്ട്, എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് ഡൗട്ട്. അപ്പം ഞാൻ കോൾ എടുത്തിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചു. എന്നെ കാണിച്ചില്ല, എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ഇവിടുത്തെ രാവിലെ വരുമല്ലോ, നമ്മൾ മരിച്ചു പോകുന്നൊന്നും ഓർക്കുന്നില്ലോടാ. അപ്പം ഇങ്ങനെ കുഞ്ഞിനെ കാണിച്ചപ്പോഴത്തേന് ഒരു കരച്ചിൽ പെട്ടെന്ന് സൂചിച്ചേട്ടൻ. അപ്പം ഞാൻ ചോദിച്ചു, കാറിൽ കയറാൻ വേണ്ടി പോവാ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാട്ടോ കരയുന്ന, പൊട്ടിക്കരയോ? വാവട്ടെ എൻ്റെ ഋതപ്പനെ നോക്കിക്കോണേ, കിച്ചു എന്ത് ചെയ്യടി, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ, പിള്ളേരെ നോക്കിക്കോണം, എനിക്ക് പല്ലുവേദനയാണ്, ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനും പല്ലുവേദനയായിട്ടാ, അന്ന് എന്നെ വെളുപ്പിനെ എന്നെയും കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണേന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. നമുക്ക് അത്രയും തോന്നിയില്ല, നമ്മൾ എന്നിട്ട് കിടന്നുറങ്ങി. 4:30 മണിയായപ്പോഴാണ് ഈ സംഭവം, അപകടം നടക്കുന്നത്. 4:30 ആയപ്പോൾ കുഞ്ഞ് കരഞ്ഞപ്പോഴത്തേന് ഞാൻ എന്തായാലും എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുത്ത് നെറ്റ് ഓണാക്കി എന്തായാലും നോക്കുന്നതാ, എന്നെ വിളിക്കുവോ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. അന്നേരം ഞാൻ ആ ഫോൺ ടൈം നോക്കിയിട്ട് തിരിഞ്ഞു കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നത്. 7 മണിയായി. ലേറ്റായിട്ട് ഇങ്ങനെ ഉറങ്ങിയോണ്ട് കുഞ്ഞിന് വയ്യായിരുന്നു, അപ്പം ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. രാവിലെ എഴുന്നേറ്റപ്പം കോളുകൾ വന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വഴിയല്ലേ, ഒത്തിരി ആളുകളുള്ള സ്ഥലമാണ്. അപ്പം അവിടം തൊട്ട് ഇവിടം വരെ ആൾക്കാർ നിൽക്കാം. ഞാൻ കതവ് തുറന്നപ്പോഴത്തേന് അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ ബിനുചേട്ടൻ എന്ത് പറ്റി, ബിനുചേട്ടൻ എങ്ങനെയുണ്ട്, കൂടെ ആരാ ഉള്ളത്? പക്ഷെ സൂചിച്ചേട്ടൻ ആയിരുന്നു തിരക്കുന്നില്ല, കാരണം നമുക്കറിയാം സൂചിച്ചേട്ടനൊന്നും പറ്റത്തില്ല എന്നാണ് ഒരു വിശ്വാസം. ഈ പ്രായമുള്ളവർ പറയാറുണ്ട്, അല്ലെങ്കിൽ നാട്ടുമ്പുറത്തൊരു വർത്താനമായിരിക്കാം, ഈ മരണപ്പെടാൻ പോകുന്നതിന് മുമ്പ് അവർക്കൊരു തോന്നലുണ്ടാവും, ഒരു ഇൻഡ്യൂഷനോ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തെങ്കിലും സംഭവിക്കാൻ ഒരു ഉൾക്കാഴ്ച പോലെ അവർക്കൊരു തോന്നലുണ്ടാവും. കാരണം ഇപ്പൊ ചേച്ചി പറഞ്ഞു, നോർമലി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ഇത്രത്തോളം വീഡിയോ കോളുകളോ കരയുന്ന ഒരാളല്ല, കുഞ്ഞിനെ നോക്കാൻ കാര്യമില്ലല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ തോന്നിപ്പിക്കണമെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് തോന്നിയതായിരിക്കും. നന്നായിട്ട് കരഞ്ഞായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു ആ വീഡിയോ കോളിൽ. അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞപ്പോ ചേച്ചിക്ക് എന്താണ് ശരിക്കും തോന്നിയത്? എന്തിനായിരിക്കും അങ്ങനെ ഒരു കോളോ അല്ലെങ്കിൽ? ഇല്ലടാ, ഞാനും നല്ല ഉറക്കം വന്നിങ്ങനെ. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചു, ഈ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ഷൂട്ടിന് പോകുമ്പോഴത്തേന് ആളിങ്ങനെ കരയാറുണ്ട്. അയ്യോ എനിക്ക് കുഞ്ഞിനെ കാണാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കരയാറുണ്ട്. അപ്പൊ ഞാനോടത്തിന് ആ ഒരു ഇതിലായിരിക്കുന്നു. എന്നിട്ട് ഞാൻ വിളിച്ച് രാവിലെ വരുമല്ലേ, അപ്പം ഞാൻ ആലോചിച്ച് പുള്ളി വേറെ വല്ല ഷൂട്ടിന് പോകുമായിരിക്കുന്നു ഏട്ടനെ. ഇനി അത് നമ്മുടെ അടുത്ത് പറയാൻ മടിയായോണ്ട് കരയുന്നതായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ ആളിങ്ങനെ പോകുന്നോ, ആള് മരിച്ചു പോകുന്നോ ഒന്നും നമ്മുടെ എന്താ പറയാ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും ചിന്തിക്കുന്നില്ല, ആളുണ്ട് എന്നുള്ളൊരൊറ്റ ഇതിലാണ് ഇപ്പോഴും. ചേച്ചിയുടെ ഈ ഒരു ചെറിയ പ്രായത്തില് എന്താ പറഞ്ഞത്, അത് പറയാൻ പാടില്ല എങ്കിൽ പോലും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് വീടിന് ചുറ്റും ആളുകൾ, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മൾക്ക് ആപത്ത് വരും നമ്മൾ പ്രതീക്ഷിക്കില്ല, ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ചേച്ചി പറഞ്ഞു, സുധിച്ചേട്ടൻ എന്ത് ഞാൻ ചോദിക്കുന്നില്ല, ഒരു ബോധമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമാണ്. അപ്പം പക്ഷെ ആ വിശ്വാസം തെറ്റിക്കൊണ്ട് ആ ഒരു വാർത്ത അറിഞ്ഞപ്പം ശരിക്കും ആ സമയത്ത് എന്താണ് ശരിക്കും തോന്നിയത്? എനിക്ക് തോന്നിയത് ഒരു മിന്നൽ പോലെ എന്താ അതിന് പറയണ്ട, എനിക്ക് മരിച്ചു പോയി ഞാൻ. കാരണം അവിടെ ഒരു കിണറ്റുംകര ഞാൻ അങ്ങ് ഇരുന്ന് അപ്പൊ ഇരുന്നപ്പം എന്നിട്ടും എനിക്ക് തോന്നുന്നില്ല ഈ ഫേക്ക് ന്യൂസ് ആയിരിക്കും. കാരണം സുചേട്ടന് പണ്ടും കുറെ ന്യൂസുകളും കാര്യങ്ങളും ഫേസ്ബുക്കിലൊക്കെ, ഇനി അത് വല്ലതും ആയിരിക്കും. അപ്പൊ എന്റെ ഓരോരുത്തർ വന്ന് അപ്പാപ്പിമാരും ഒക്കെ വന്ന് പറയുന്നുണ്ട്, ആരാണോ ഈ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി, ഞങ്ങളൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോട്ടെ, മോള് കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല, സുധിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമോ, ഞാൻ എന്തോ പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ല, എന്നിട്ട് മരിച്ചെന്ന് അറിയുന്നില്ല. അപ്പൊ അപ്പുറത്തൊരു കുട്ടി ഓടി വന്നിട്ട് എന്നോട് നേരിട്ട് ചോദിക്കുക, ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊല്ലത്തോട്ടാണോ കൊണ്ടുപോകുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായി
തീർന്നെന്ന്. അപ്പൊ പിന്നെ ഒന്നും ഓർക്കുന്നില്ല, ഓടി ഇങ്ങി വന്ന് അകത്തോട്ട് ഇവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു. ആരൊക്കെയോ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും എനിക്കറിയായിരുന്നു ഞാൻ തളർന്ന് വീഴത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഞാൻ വീണ് കഴിഞ്ഞാൽ പിള്ളേരും ഡൗൺ ആവും, പക്ഷെ ഞാൻ വീഴത്തില്ല. കാരണം അങ്ങനെ എന്തോ ഒരു ധൈര്യം ഉള്ളിൽ, ദൈവമാണോ സൂചിച്ചാണോ എന്തായാലും എനിക്കൊരു ധൈര്യം തന്നു. ഞാൻ വീണില്ല, തളർന്നു. അപ്പൊ എല്ലാവരും എന്നോട് അന്ന് ഒരു ഫുഡ് പോയിട്ട് ഒരു പച്ചവെള്ളം ഞാൻ ഇറക്കിയിട്ടില്ല അന്നത്തെ ദിവസം. രാവിലെ അറിഞ്ഞതാണ്. അന്നത്തെ ദിവസം ഒരു വക ആരൊക്കെയോ എനിക്ക് ആങ്ങളമാരൊക്കെ വന്ന് വാരി തരുന്നുണ്ട് ചോറ്. ഇങ്ങനെ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വേണ്ടെന്നില്ല. അപ്പം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. പപ്പാടെ ചേട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ട്, നീ എന്തായി കാണിക്കുന്നത്, എന്തെങ്കിലും കഴിക്ക്, നാളെ ഇനി അവനെ സുധിയെ കൊണ്ടുവരുന്ന സമയത്ത് നിന്നെ ഇനി ആശുപത്രി കൊണ്ടുപോകാനാണോ, ട്രിപ്പിട്ട് കിടത്താനാണോ, ഞങ്ങൾക്ക് അവനെ കാണണം, നീ എന്തായി കാണിക്കുന്നത്, കഴിക്കാൻ പറഞ്ഞു ഫുഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ അവരുടെ വിചാരം ഞാൻ വീഴും, തളർന്ന് വീഴുന്ന. കാരണം ഒരു വെള്ളം പോലും ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ ആരോഗ്യം അനുസരിച്ച് വെള്ളം പോലും കുടിച്ചിട്ട് ഞാൻ താഴെ വീഴേണ്ടതാ. പക്ഷെ ഞാൻ വീണില്ല. എനിക്കുള്ളിലൊരു ധൈര്യം, ഏട്ടൻ മരിച്ച് ആളുടെ ബോഡിയെ പോയിട്ടുള്ള ആളുടെ എന്താ പറയാ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഒറ്റ വിശ്വാസമായിരുന്നു ഞാൻ പിടിച്ചു നിന്നത്. എന്നിട്ട് ഞാൻ എന്താ പറയാ വേറെ ലോകത്തായിരുന്നു അന്ന്. ഞാൻ ആ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു രേണു വേറെ ലോകത്തായിരുന്നു. ചേച്ചി പണ്ട് മുതലേ ഇത്രയും ബോൾഡായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണല്ലോ. കാരണം ചേച്ചി ഇപ്പം ചേച്ചിയുടെ ഒരുപാട് ഇപ്പം ഞാനൊരു ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പം സംസാരങ്ങൾക്ക് ഇടയിലാണെങ്കിലും കേൾക്കുന്നത് ഞാൻ തളരില്ല, ഞാൻ മുമ്പോട്ട് തന്നെ പോകുമെന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് ചേച്ചി പൊക്കോണ്ടിരിക്കുന്നത്. അത് ആ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം എവിടുന്നോ കിട്ടിയൊരു തീർച്ചയായിട്ടും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് തന്നെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ആത്മാവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അത് തന്നെ ആ ഒരു ധൈര്യമാണ്. കാരണം എനിക്ക് ATM ന്ന് ഒരു പൈസ പോലും എടുക്കാൻ അറിയത്തില്ലാത്ത ഒരാളായിരുന്നു. ചിന്നു വന്ന ലക്ഷ്മി നക്ഷത്രയുടെ ഇന്റർവ്യൂ അവള് ചിന്നു വന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിന്നുവിന് അവിടെ അറിയാം, കാരണം ആ ഒരു ബന്ധം വെച്ചിട്ട് അവൾ പറയുമായിരുന്നു ഒരു ATM ന്ന് പൈസ പോലും എടുക്കാൻ അറിയത്തില്ലായിരുന്നു ചേച്ചിക്ക്. പക്ഷെ എവിടുന്നൊക്കെയോ എല്ലാ അറിവും കിട്ടിയെന്നാ തോന്നുന്നത്. അനുഭവം പഠിപ്പിച്ചു. കാരണം ഇനി നമ്മൾ മുന്നോട്ട്, ഇനി ലൈഫ് ലോങ് ഇനി ഞാൻ മുന്നോട്ട് ഒറ്റയ്ക്കാണ് പോകേണ്ടത്. മക്കളുണ്ട്, കൂടെയുള്ളവരുണ്ട്, പക്ഷെ എങ്കിലും എന്താ പറയാ ഒരു ജീവിത പങ്കാളി എന്ന നിലയിൽ ഇനി എനിക്ക് എന്റെ ലൈഫിൽ ഇനി ആരുമില്ല. പോയ ആൾ ഒരിക്കലും മടങ്ങി വരത്തുമില്ല. പക്ഷെ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം. അപ്പൊ എവിടുന്നോ ഒരു ധൈര്യം, ഇപ്പൊ മോള് പറഞ്ഞ പോലെ സൂചിച്ചാണ്ട് ആത്മാവായിരിക്കാം ഒരു ധൈര്യം തന്നു. അങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഈ നമ്മൾക്കൊരാൾ താങ്ങും തണലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഡിപ്പെൻഡഡ് ആവും. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു എനിക്കൊരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല, എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടനായിരിക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ എല്ലാ ഭാരങ്ങളും അല്ല ഭാരങ്ങൾ എന്നല്ല, വീട്ടിലെ ചുമതലകളെല്ലാം ചേച്ചിയുടെ മുകളിലാണ്. അപ്പോ ആ സമയത്ത് ആ ഒരു ചിന്തയും കൂടെ കടന്നു വരുമല്ലോ. കാരണം ഇത്രയും നാളും താങ്ങും തണലുമായിട്ട് ചേട്ടനുണ്ടായിരുന്നു, ഇനി എന്തെന്നുള്ളൊരു ചിന്ത ആ സമയത്തൊക്കെ വരില്ലേ ഉള്ളിലേക്ക് വരും. അപ്പം പിന്നെ മക്കളെ ആലോചിക്കും, കാരണം അവര് വളർന്നു വരുമല്ലോ, 2 ആൺകുട്ടികളല്ലേ. നമ്മള് പെൺപിള്ളേരായിരുന്നെങ്കിൽ ആ ഒരു ചിന്ത ഒന്നും കൂടെ കൂടിയാണ്, ദൈവമേ ഞാൻ നാളെ എന്നാ ചെയ്യും പെൺകുട്ടികളെ കൊണ്ട്. പക്ഷെ ഇത് 2 ആൺപിള്ളേരെയല്ലേ ദൈവം നമുക്ക് തന്നേക്കുന്നത്. അപ്പം ആ ഒരു ധൈര്യം, അവര് നാളെ എന്നെ നോക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റത്തുള്ളൂ. സ്വന്തം മക്കളാണേലും ഇപ്പൊ എന്തായാലും രണ്ടും എന്റെ സ്വന്തം മക്കളാണ്. ഇപ്പം നമ്മൾ സ്വന്തം മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഏതൊരു മാതാപിതാക്കൾ ഇപ്പം മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുന്ന ഒരു പഴഞ്ചൊല്ലിന്റെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ, എന്റെ 2 മക്കളും ചിലപ്പോൾ എന്നെ നോക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ എന്റെ 2 മക്കളും എന്നെ പൊന്നുപോലെ നോക്കുമായിരിക്കും. പക്ഷെ ഒരു വിശ്വാസം, എന്നെ 2 പേരും നോക്കുമെന്ന്, 2 ആൺകുട്ടികൾ എന്നെ നോക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അമ്മമാർക്ക് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും രണ്ടുപേരും ഒരുപോലാണ്. പക്ഷെ മുമ്പോട്ട് പോകുമ്പോഴത്തേന് വീട്ടുകാരൊക്കെ നിർബന്ധിക്കാറില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ വീട്ടുകാരായിരിക്കും മുൻപന്തിയിൽ നിന്ന് നിർബന്ധിക്കുന്നത്, കാരണം മറ്റൊരു വിവാഹം കഴിച്ചുകൂടെ? ഒരിക്കലും ഇല്ലടാ, കാരണം എന്റെ വീട്ടുകാർക്ക് അറിയാം ഒരിക്കലും ഞാൻ വേറെ കല്യാണം കഴിക്കില്ല എന്ന്. എന്റെ പപ്പായ അമ്മ അത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കത്തില്ല, നിന്റെ ഇഷ്ടം. അതുപോലെ മോൻ, എന്റെ മൂത്തമ്മ, അതായത് ഋതുല്, ഇളയത് ഋതുല്, മൂത്തത് രാഹുല്. അവനാണ് എന്നെ അമ്മയെന്ന് ആദ്യം വിളിച്ചത്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ, ഞാൻ അതിനെ ഇടപെടുന്നില്ല, അമ്മ ചെറുപ്പമാണ്, അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കണേ കല്യാണം കഴിക്കാം, എനിക്കതൊന്നും കുഴപ്പമില്ല, അമ്മയുടെ ജീവിതമല്ലേ. പക്ഷെ ആ കുട്ടി എന്താ പറയാ, ആ കുഞ്ഞിനെയും എൻ്റെ ഈ 2 കുഞ്ഞുങ്ങളെയും ഇനി പുതിയതായിട്ട് വരുന്ന ഒരാള് എന്താ പറയാ ഒരിക്കലും സ്വന്തം മക്കളെ പോലെ കാണത്തില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയാ, സുധിച്ചേട്ടനെ പോലെ ഒരിക്കലും വേറൊരു ജീവിത പങ്കാളി എനിക്ക് കിട്ടത്തുമില്ല. സോ ഞാൻ ഒരിക്കലും എന്താ പറയാ മറ്റൊരു വിഭാഗത്തിലേക്ക് ഇനിയും കടക്കത്തില്ല. ഇത് ഉറച്ച തീരുമാനമാടാ. എനിക്ക് തോന്നുന്നു അത് സുധിച്ചേട്ടൻ തന്നിട്ടുള്ള ആ ഒരു സന്തോഷത്തിന്റെ ഒരു അടിസ്ഥാനം കൂടെ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? കാരണം സുധിച്ചേട്ടനെ പോലെ വേറെ ആരും നമുക്ക് കാണാൻ പറ്റത്തില്ല, ഒരു റിയലൈസേഷൻ ആണ്. അപ്പം ചേട്ടന്റെ കൂടെ ഉള്ളൊരു മൊമെന്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം
ചേട്ടൻ ഓർത്തെടുക്കുമ്പോൾ മെയിനായിട്ടും ചേച്ചിയുടെ ഉള്ളിലേക്ക് വരുന്ന ആള് കാര്യം ഭയങ്കര കെയറിങ് ആയിരുന്നടാ, എപ്പോഴും കെയറിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫുഡ് വിളമ്പുന്ന കോഫി ആണെങ്കിലും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങോട്ടാണ് എല്ലാം ചെയ്യണത്. ഭയങ്കര എന്താ പറയാ, സ്നേഹം കൊണ്ടാണ് വാവട്ടെ വാവട്ടെ എന്ന് പറഞ്ഞിപ്പം എന്താ പറയാ, ഷൂട്ടിനൊക്കെ ആണെങ്കിലും വൈഫുമാരെ ഇങ്ങനെ കലാകാരന്മാരെ കൊണ്ടുപോകുന്നത് അപൂർവമാണ്. പക്ഷെ എന്നെ എവിടെയാണെങ്കിലും കൊണ്ടുപോവുകയും മക്കളെ ആണെങ്കിലും കൊണ്ടുപോവുകയും സിനിമ ഷൂട്ടാണെങ്കിലും എല്ലാത്തിനും ആള് ഞങ്ങളെ കൂട്ടത്തിൽ കൊണ്ടുപോയി. എപ്പോഴും ഒരു ഫാമിലി മാൻ ആയിരുന്നു ഏട്ടൻ. എന്നെ അടുത്താണേലും മോളെ എന്നാ വിളിക്കുന്നത്, മോളല്ലേ വാവട്ട. ഇപ്പൊ ദേഷ്യപ്പെടുവാണെങ്കിൽ പോലും ചിരിച്ചോണ്ടേ ദേഷ്യപ്പെടും. ഫുഡ് കഴിപ്പ് കുറവാണെങ്കിൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ഇണക്കങ്ങളും എന്താ പറയാ പിണക്കങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ടും കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടി ഒരു കലാകാരനായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു സുധിച്ചേട്ടൻ്റെ. അപ്പൊ ആ ഒരു എന്താ പറയുക, ആ ഒരു ബുദ്ധിമുട്ടിനിടയിൽ പോലും മക്കളെയും രേണു ചേച്ചിയും അത്ര പൊന്നുപോലാണ് സുധിച്ചേട്ടൻ നോക്കിയിട്ടുള്ളത്. അപ്പൊ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു ക്രിസ്മസ് ആയാലും ഓണം ആയാലും ചേട്ടൻ ഒരു ഡ്രസ്സ് എടുക്കില്ല, ഞങ്ങൾക്കാണ് എടുത്തു തരുന്നത് എന്നുള്ളത്. അപ്പൊ അത്ര പൊന്നുപോലാണ് നോക്കിയിരുന്നത്. അപ്പൊ ആ ഒരു ഇപ്പൊ ആ ഒരു ശൂന്യത ഉണ്ടല്ലോ, ചേച്ചി എങ്ങനെയാണ് അത്? സത്യം പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഡ്രസ്സിന്റെ അല്ല ചോദിച്ചോട്ടോ. ശൂന്യത അല്ല ചേച്ചി പറഞ്ഞോളൂ, ഞാൻ അതല്ല ഡ്രസ്സ് എടുക്കത്തില്ലെന്ന് പറഞ്ഞതെന്ന് വെച്ചാല് എന്താ പറയാ, ഇപ്പോഴും എല്ലാ ഡ്രസ്സും 4-3-7 ഡ്രസ്സേ സൂചിച്ചേണ്ടേ ഉള്ളൂ ഇവിടെ. കാരണം ആൾ എടുക്കത്തില്ല പുതിയതൊന്നും. എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിന്ന ആളാ സൂചിച്ചേട്ട. എല്ലാം ഞങ്ങൾക്ക് ഇപ്പം ഫുഡ് കഴിച്ചാലും നിങ്ങൾ കഴിച്ചാൽ എൻ്റെ വയറ് നിറയും എന്നുള്ളൊരു ഇതായിരുന്നിട്ട്. എനിക്ക് പറയുമ്പോ എന്താ പറയാ, ഉള്ളില് വിഷമമുണ്ട്. പക്ഷെ ഏട്ടന്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് എന്താ പറയാ സന്തോഷിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു എന്താ പറയാ ഇത്രയും വലിയൊരു സ്നേഹം തന്നിട്ടാണല്ലോ ഏട്ടൻ ഈ ഭൂമിയിൽ നിന്ന് പോയെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ ആത്മാർത്ഥ സ്നേഹം തന്നിട്ടാണല്ലോ പോയെന്ന് സന്തോഷമുണ്ട് എനിക്ക് അത് ഓർക്കുമ്പോൾ. അപ്പൊ ആ ശൂന്യത, ആ വിടവ് എന്താ പറയാ, അതൊരു വലിയ വിടവ് തന്നെയാണ് ഏട്ടന്റെ. എംറ്റി തന്നെയാണത്. ആ സ്ഥാനം അലങ്കരിക്കാൻ ഈ ലോകത്ത് ആരെക്കൊണ്ടും പറ്റില്ല എന്റെ ലൈഫില്. ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചേച്ചിയെയും കൂടെ കൂട്ടാറുണ്ടായിരുന്നു? കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതല്ലേ ഫ്ലവേഴ്സ് ഫാമിലി ആയിട്ട് അത്ര ബന്ധവും ഇപ്പൊ ചിന്നുമായിട്ടാണേലും അത്ര ഒരു സഹോദര ബന്ധവും ആയത്. അങ്ങനെ ഷൂട്ടിന് കൊണ്ടുപോകുന്നോണ്ടായിരുന്നു ടമാർപ്പട. ഇപ്പം സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്തായിരുന്നു? കാരണം ഇത്ര ബുദ്ധിമുട്ടിനിടയിലും എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, അല്ലെങ്കിൽ ലൈഫ് സെറ്റിൽ ആവണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ചേട്ടന്റെ ഉള്ളിൽ കാണുമായിരിക്കും. അപ്പം ഏറ്റവും വലിയൊരു സ്വപ്നം എന്തായിരുന്നു? ഏറ്റവും വലിയ സ്വപ്നം വീട് തന്നെയായിരുന്നടാ, സ്വന്തമായിട്ടൊരു വീട്. ഭയങ്കര സ്വപ്നമായിരുന്നു. ഇപ്പൊ അതിന്റെ എനിക്ക് തോന്നുന്നു വീട് പണിയൊക്കെ തുടങ്ങി. തീർച്ചയായിട്ടും കഴിയാറായിടാ വീട് പണി, വയറിങ് നടക്കും. ആണോ? ഇപ്പം ആ ഒരു സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ആരെങ്കിലും ഒക്കെ ഓഫർ ചെയ്തതാണോ നമ്മളൊരു വീട് പണി എന്നുള്ളത്? ഫ്ലവേഴ്സ് കുടുംബം നമ്മുടെ കൂടെ തന്നെ അന്നും ഇന്നും എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. വീട് ചെയ്യുന്നത് ഫ്ലവേഴ്സും 24ഉം അതുപോലെ KHDC എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ, അവരെല്ലാം കൂടെ ചേർന്ന് മഹാസംഘടന, അവരെല്ലാം കൂടെ ചേർന്നാണ് സൂചിച്ചേട്ടന്റെ വീടാണ് സൂചിച്ചേട്ടന്റെ വീട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ബന്ധങ്ങൾക്ക് ഒരുപാട് മൂല്യം കൽപ്പിക്കുന്ന ഒരാളായിരുന്നു സുധിച്ചേട്ടനല്ലേ? സ്നേഹബന്ധത്തിന്. കാരണം ഇപ്പോ എന്താ പറയുന്നത്, ഒരുപാട് ഓഫറുകൾ വന്നെങ്കിൽ പോലും നിൽക്കുന്ന എന്നെ ഞാനാക്കിയ ഒരു സ്ഥലത്തു നിന്ന് പോവില്ല എന്നൊക്കെ ഉള്ളൊരു ദൃഢനിശ്ചയമുള്ള ഒരുപാട് ചാനലുകാരെ വിളിച്ചെങ്കിലും ഫ്ലവേഴ്സ് വിട്ടിട്ട് സൂചിച്ചേട്ടൻ എങ്ങും പോലെ അവസാനം പ്രോഗ്രാം പോലും 24 ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിലായിരുന്നു. ഞാൻ അന്നും ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ ഈ കുടുംബം വിട്ടിട്ട് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നോട് പറയാം, എന്റെ മരണം വരെ ഞാൻ ഈ ഫ്ലവേഴ്സ് വിട്ടിട്ട് പോകില്ല ആവട്ടെ. എനിക്ക് എന്നെ ഞാനാക്കിയത്, അല്ലെങ്കിൽ എന്നെ ഒരു കുഞ്ഞു പിള്ളേർ പോലും സൂചിച്ചേട്ടനല്ലേന്ന് വിളിച്ച് ഓടി വരുന്നത്, അതായത് അറിയിച്ചത് അത്രയും എന്നെ ഞാനാക്കിയത് ഫ്ലവേഴ്സ് ഫാമിലിയാണ്. SK സാറാണേലും എന്താ പറയാ ഗോപാൽ സാറാണേലും അത് അനുപേട്ട, അതുപോലെ ഇവരൊക്കെയാണ് സൂചിച്ചേട്ടനെ ഞാൻ ആക്കിയതെന്നാണ് സൂചിച്ചേട്ടൻ പറയുന്നത്. ഇപ്പൊ എല്ലാരും പറയും കലാകാരന്മാരുടെ കാര്യം വരുമ്പോഴത്തേനും ഒരു കലാശക്കൊട്ടൊക്കെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എങ്കിൽ പോലും ആ അവസാനത്തെ ഷോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടുന്നോ ഒരു ഊർജം വന്ന പോലെ. കാരണം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്രയും മികച്ചൊരു പ്രോഗ്രാം ആയിരുന്നു അന്നത്തേത്. ശേഷിക്കും തോന്നിയിട്ടില്ല അന്നത്തെ ആ ഒരു ഷോ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ചേട്ടനാണല്ലോ അത് പറഞ്ഞു രേണു, അന്നത്തെ ആ ഷോ എന്ന് പറഞ്ഞാല് അവൻ ഭയങ്കരമായിട്ട് കത്തി കയറുമായിരുന്നു സ്റ്റേജില്. ഞങ്ങളൊക്കെ ആശ്ചര്യപ്പെട്ടു പോയി. അതുപോലെ ഒരിക്കലും ഫ്രണ്ടിൽ ഇരിക്കാത്ത ആളാ കാറിന്റെ, എപ്പോഴും ബാക്ക് സൈഡ്. പക്ഷെ അന്നേരം ബിനിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അടിമാലിയളിയാന്ന് വിളിച്ചോണ്ടിരുന്നത്. അടിമാലിയളിയ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോളാം കേട്ടോ. എന്നിട്ട് ബിനിച്ചേട്ടൻ പറയുന്ന കേൾക്കാം, ഫുഡ് കഴിച്ചിട്ട് കൈ ഇങ്ങനെ തുടച്ചപ്പം
തുടക്കുന്ന ടൈം കൊണ്ട് ഓടിപ്പോയി ആൾ ഫ്രണ്ടിൽ കയറിയിരിക്കുക. അങ്ങനെ ഒരു ഭയങ്കര എന്തൊക്കെയോ ഊർജ്ജമായിരുന്നു. എനിക്ക് വീട് പണിയണം, 6 മാസം കൊണ്ട് എനിക്കൊരു വീട് വെക്കണം, അതിന് പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു അവരോട്. എന്നോടും പറഞ്ഞു 2-3 ദിവസം മുന്നേ ഇത് തന്നെയാണ് പറഞ്ഞു, ഇനി 6 മാസം കൊണ്ട് വീട് പണിയും കേട്ടോ, ആവട്ടെ നമുക്ക് വീട്. ഞാൻ പിന്നെ ശരി ചേട്ടാ, ഞാനെല്ലാം തലകുലുക്കി ശരി ചേട്ടാ ഓക്കെ ഇത് പറയും. എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷമാണ് സത്യത്തില് എന്താണ് അവസ്ഥ എന്നുള്ളത് എല്ലാരും അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെ? അതെ തീർച്ചയായിട്ടും. സുധിച്ചേട്ടൻ ആരോടും ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാത്തുള്ള ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫ് അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം, എന്റെ ബുദ്ധിമുട്ടുകൾ ആരെയും അറിയിക്കണ്ട എന്നുള്ളൊരു മനസ്സിൽ കൊണ്ടു നടന്ന ഒരാളാണ്. ചേച്ചിയോടും അങ്ങനെ തന്നെയായിരുന്നു, അധികം ഒന്നും സംസാരിക്കുക, എന്നോട് മനസ്സ് തുറക്കുമായിരുന്നു. പക്ഷെ എനിക്ക് വിഷമം വരുന്നൊന്നും പുള്ളി പറയത്തില്ലായിരുന്നു. കാരണം വാട്ട് വിഷമിക്കത്തില്ലേ, ഞാൻ പറയട്ടെ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ, എന്തെങ്കിലും എൻ്റെ അടുത്ത് പറ. ഒന്നുമില്ലടാ ഒന്നുമില്ല, നമുക്ക് വേറെ വല്ല സംസാരിക്കുക. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോലും എൻ്റെ അടുത്ത് പോലും പറയത്തില്ല. കാരണം അത്രയ്ക്കും നമ്മളെ കൂടെയുള്ള ഒരാളെ പോലും വിഷമിപ്പിക്കരുത് എന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം കൂടെയുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോഴത്തേന് ഈ സാഹചര്യം അറിയുമ്പോഴത്തേന് അവർക്ക് വിഷമമാകത്തില്ലേ, അതുകൊണ്ട് ആളൊന്നും പറയത്തില്ലായിരുന്നു, ആരുടെ അടുത്തും ഒന്നും പറയത്തില്ലായിരുന്നു. ഈ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞു ചേച്ചി. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് എവിടെന്നെങ്കിലൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നോ? ഒരു കൊറോണ ടൈമിൽ ഇങ്ങനെ കുറച്ച് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായപ്പം കുറച്ച് പ്രശ്നങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഇങ്ങനെ സുചേട്ടൻ്റെ പൈസയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അന്നൊക്കെ കുറേ വേദനിപ്പിച്ചവരുണ്ട്. അന്നൊക്കെ ഏട്ടന് നല്ല വേദന. അന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. അത് കടം മേടിച്ചിട്ട് കൊടുത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി ഒരു കൊറോണ സമയത്ത്. കൊടുത്തില്ല, അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൊറോണ സമയത്ത് എല്ലാവരും പെട്ട് നിന്ന സമയമാണ്. എന്തോ പ്രശ്നം ഒരു കുറച്ച് പേര് 4-5 പേര് തമ്മിൽ ആലോചിച്ച് കൊടുത്ത ന്യൂസാണ്. അപ്പം അന്നൊക്കെ എന്താ പറയുക ഭയങ്കര തളർന്നു പോയപ്പോൾ ഞാൻ പോകാൻ പറഞ്ഞു ചേട്ടാ, കടമല്ലേ നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, വേറൊന്നുമില്ല, അതും കൊറോണ സമയം ആയതുകൊണ്ടല്ലേ, എല്ലാം പച്ച പിടിക്കണം, നമുക്കെല്ലാം കൊടുക്കാം കേട്ടോ, വിഷമിക്കണം എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറയാൻ. അതും ഫേക്ക് ന്യൂസായിരുന്നു. പക്ഷേ അതിങ്ങനെ കാണുമ്പോൾ ഒത്തിരി വിഷമമായിരുന്നു പുള്ളിക്ക്, ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് തളരണ്ട ഏട്ടാ, ഞാനുണ്ട് കൂടെ, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതാ. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു, അതായത് സുധിച്ചേട്ടൻ അങ്ങനെ കടമൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഒരുപാട് പേര് നമുക്ക് ഹെൽപ്പ് ചെയ്യുമല്ലോ ആ സമയത്ത്, കൊറോണ സമയത്ത്. അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ അങ്ങ് ആയിപ്പോയത് നമുക്കിപ്പോൾ. അത് ഒരു 3 വർഷം മുന്നത്തെ കാര്യമല്ലേടാ. ഇപ്പൊ ഈ സുധിച്ചേട്ടന്റെ മരണശേഷം ഇപ്പൊ ഒരുപാട് പേര് സഹായിക്കാൻ തീർച്ചയായിട്ടും. ഇപ്പൊ അന്ന് സുധിച്ചേട്ടൻ ഇപ്പൊ ഒരുപാട് ഷോസ് ചെയ്തു. ഇപ്പം എനിക്കത് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പൊ അവിടെ നിന്നൊക്കെ നന്നായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അവരാണല്ലോ പിള്ളേരുടെ പഠിത്ത കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ വാടക വീടാണ്, വാടക വീടിൻ്റെ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ അനൂപേട്ടൻ പറഞ്ഞിട്ട്, അനൂപേട്ടൻ ഇടപെട്ടിട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ഒഫീഷ്യൽ ഫാൻസിലെ പിള്ളേരാണ് എല്ലാ മാസവും വാടക കൊടുക്കുന്നത്. അപ്പം എല്ലാ കാര്യത്തിനും അവരുണ്ട്. മക്കളുടെ പഠനമൊക്കെ അവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ഫ്ലവേഴ്സ് ഫാമിലി. ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ മരണശേഷം ചേച്ചിക്ക് ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു ഹസ്ബൻഡ് മരിച്ച ഒരാൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു രീതി പിന്തുടരുന്ന കുറച്ച് ആളുകളുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ആവാൻ പാടുള്ളൂ. പക്ഷേ അതിൽ വിപരീതമായിട്ട് എന്ത് ചെയ്താലും ഇതുപോലെ കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേന് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതൊക്കെ ഒന്ന് മറന്ന് ചിരിക്കാനും അല്ലെങ്കിൽ ഒന്ന് മറന്നിരിക്കാൻ വേണ്ടിയാണ് ഞാൻ റീലുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചില വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് ഓരോരോ സൈബർ ബുള്ളിങ്ങും ഒക്കെ വരുന്നുണ്ട്. ചേച്ചി ഇതിനെ എങ്ങനെയാണ് ആക്ച്വലി നേരിടുന്നത്? ആദ്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമല്ലേ, അതായത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം വിഷമമാണ് അത് ആ റീൽസ് ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ മനസ്സിന് റിലീഫാകും. കാരണം സുധിച്ചേട്ടൻ ഉള്ള സമയത്ത് തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് റീൽസ്. ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയതും. ഏട്ടൻ മരിക്കുന്നതിന് ഒരു കുറച്ച് ദിവസം മുന്നെയാണ്, അതായത് ബർത്ത്ഡേ May 19 ബർത്ത്ഡേ, അന്നാണ് ഫസ്റ്റ് റീൽ ഞാൻ ഇടുന്നത്. അപ്പം അതിന് മുന്നേ പണ്ട് ടിക്ടോക്ക് ഉള്ള സമയത്ത് ഞാനും സുധിച്ചേട്ടനും റീൽസ് ചെയ്യുമായിരുന്നു, ഡബ്മാഷ് ചെയ്യുമായിരുന്നു. ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതല്ല അതൊന്നും. അന്നേ എൻ്റെ മൈൻഡ് റിലീഫിങ് കാര്യങ്ങളും, ഇപ്പം മൈൻഡിൽ എന്തെങ്കിലും വിഷമം അന്നേരം ചെയ്യും. അപ്പം അതിനൊക്കെ നെഗറ്റീവ് കമൻറ്റ്. ഇപ്പോൾ ഒരു പൊട്ട് തൊട്ട് അതിന് നെഗറ്റീവ്, അയ്യോ അവൾ പൊട്ട് തൊട്ട്, അല്ലെ അവൾ എന്താ ഡ്രസ്സ്, ആ കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ എന്താ പറയുക,
ഇങ്ങനെ കേൾക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ വിഷമം, പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ലടാ, അതൊന്നും വിട്ടേക്കും. അത് പറയുന്നവരത് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ മനസ്സിലെ സന്തോഷം, നമ്മുടെ കൂടെ സൂചിച്ചേട്ടനുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ചേച്ചിക്ക് ഒരുപാട് വിഷമം തോന്നിയ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? കാരണം എനിക്ക് ഇപ്പോഴൊക്കെ പിന്നെയും ചേച്ചി വിട്ട് കളയുന്നു. ആ സമയത്തൊക്കെ നല്ല വിഷമം പിന്നെ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ അടിച്ചു പൊളിക്കാൻ പോയി ചേട്ടൻ മരിച്ച ഉടനെ. ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല, പക്ഷെ ഒന്നും അറിയത്തില്ല. പിന്നെ എന്താ ഈ കിടന്ന് പറയുന്നത്? അതുപോലെ ഈ 1 വർഷം ആവുന്നതിന് മുന്നേ അവൾ വേറെ കെട്ടും, ആ മൂത്ത മോനെ ഇല്ലേ അവൾ അടിച്ചിറക്കും എന്നൊക്കെയാ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ആദ്യം. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫ് നോക്കിയാൽ പോരെ, നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം. സോ അത് വിട്ട്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ബാംഗ്ലൂർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേനും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ വന്നു, അത് പറഞ്ഞു ആളുകൾ, ഇത് പറഞ്ഞു എന്നൊക്കെ. ശരിക്കും അതിന്റെ പിന്നെ എന്താണ് സംഭവിച്ചത്? ഞാൻ നേഴ്സിംഗ് പോയിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞ്. അപ്പം 10th + 2 സർട്ടിഫിക്കറ്റ് അവിടെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ പഠിച്ച കോഴ്സുകളൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ വന്നിട്ട് അവിടെ ആയിപ്പോയി. അപ്പോൾ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മേടിച്ചില്ല. അപ്പോൾ സുധിച്ചേട്ടൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പോയി ബാംഗ്ലൂർ പോയി സർട്ടിഫിക്കറ്റ് മേടിക്കണം, പൈസ കൊടുത്തിട്ട് നമുക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഏട്ടൻ പോയതും മരിച്ചു. അങ്ങനെ അപ്പം ആ ബാംഗ്ലൂർ കോളേജിൽ നിന്ന് മാം വിളിച്ചു, സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന് മേടിച്ചോ രേണു, ഫീസൊക്കെ കുഴപ്പമില്ല, ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ധൃതിയിൽ പോയത്. ഏട്ടൻ മരിച്ചിട്ട് 17-18 ദിവസം അന്ന് തന്നെ പോയി മേടിച്ച് അന്ന് തന്നെ തിരിച്ചിങ്ങി പോകുന്നു. പിറ്റേ ദിവസം തന്നെ തിരിച്ചു കയറി. ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ആണെന്നായിരിക്കും ചേച്ചി? അവരുടെ എന്താ പറയുക, പലതരം ആൾക്കാരല്ലേടാ. അപ്പം നമ്മളിപ്പം ഞാൻ കാണുന്ന പോലെയല്ലോ മറ്റുള്ളവർ നോക്കുന്നതും കാണുന്നതും. പലരും പല ആൾക്കാരല്ലേ. അപ്പം പിന്നെ അവരുടെ മനസ്സിൽ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ തോന്നൽ വരുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നല്ലത് ചിന്തിക്കുന്നവർ നല്ലത് പറയും, അല്ലാത്തവർ നെഗറ്റീവ് പറയും, അത്രേ ഉള്ളൂ. ഇപ്പൊ നേഴ്സിംഗ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇപ്പൊ എന്താണ് ചേച്ചി കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ വെറുതെ വീട്ടിലിരുന്ന് മടുത്ത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സുധിച്ചേട്ടൻ്റെ ഓർമ്മകളാണ് ഫുള്ള്. ഇരുന്ന് വയ്യാണ്ടാകും നമുക്ക് മനസ്സിന്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒന്ന് മൈൻഡ് ഫ്രീ ആകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടണ്ടല്ലോ എന്ന് ഓർത്ത് ഇപ്പോൾ DCAക്ക് ഞാൻ പഠിക്കുക, GTECൽ, കോട്ടയത്ത് തന്നെ GTECൽ DCA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതുപോലെ കഴിഞ്ഞ ദിവസം ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിരുന്നു, അതായത് ഒരു ജോലി ഒരാവശ്യമാണ്. അപ്പം സുധിച്ചേട്ടൻ്റെ മരണശേഷം ഗവൺമെന്റിൽ തന്നെ അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്തു, ഓഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ജനുവരിയിലേക്ക് എന്തോ ആകുമെന്നൊക്കെയാണ് ഞാൻ ഇതുപോലെ മുമ്പുള്ളൊരു വീഡിയോയിൽ കണ്ടത്. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? അത് നമ്മുടെ ഗവൺമെന്റ് ജോലി ഇപ്പൊ എംപ്ലോയ്മെന്റ് വഴിയല്ലേടാ. അപ്പൊ അതിന്റെ സീനിയോറിറ്റിയും കാര്യങ്ങളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എംപ്ലോയ്മെന്റ് വഴി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേപ്പർ വർക്കൊക്കെ നടക്കുന്നു. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമായിരിക്കും വിശ്വാസം ആണ്. അപ്പം ഏത് മേഖലയിലേക്കായിരിക്കും? ഒന്നും അറിയില്ലടാ. നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ സ്വീകരിക്കും. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യമാണ് ജോലി. അതിന്റെ പേപ്പർ വർക്ക് നടക്കുന്നത് എംപ്ലോയ്മെന്റ് വഴി. അപ്പം മുമ്പോട്ട് ഇനി എന്താണ് ചേച്ചിയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ജോലി കിട്ടണം, അത് മെയിൻ. പിന്നെ മുന്നോട്ട് മക്കളെ നോക്കി, മക്കളുടെ കാര്യമൊക്കെ നോക്കി മുന്നോട്ട് ഇങ്ങനെ എന്താ പറയുക, കർത്താവ് എന്തായാലും ഒരു ദിവസം നമ്മളെ വിളിക്കും, അതുവരെ ജീവിക്കുക. മക്കളുടെ ഭാവിയൊക്കെ ഓർക്കുമ്പോൾ അവരെ എന്താക്കണം? സുധിച്ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നോ മകനെ ഇന്നതാക്കണം? ചേട്ടൻ്റെ ആഗ്രഹം, അവന് ഈ ആനിമേഷൻ കാര്യങ്ങളൊക്കെ, അത് ഫ്ലവേഴ്സ് എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട് പഠിപ്പിക്കും. ഇളയ കുട്ടീനെ പൈലറ്റ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം, ഋതപ്പനെ. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏട്ടന്. അപ്പം ഞാനിപ്പോഴേ പറഞ്ഞു കൊടുക്കും, എടാ അച്ഛൻ്റെ ആഗ്രഹം കേട്ടോ പൈലറ്റ് ആകണേ. അവനിങ്ങനെയൊക്കെ കാണിക്കും, ഇങ്ങനെ പോകുന്നൊക്കെ കാണിക്കും, ആയാ മതിയായിരുന്നു. ഓക്കെ, എന്താ പറയുക, ഈ ഒരു അവസരത്തിൽ സുധിച്ചേട്ടനെ ഓർക്കുവാണ്. ചേച്ചിക്ക് ഇനിയുള്ള ലൈഫിൽ എന്താ പറയുക, നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം മുമ്പോട്ടുള്ള ജീവിതം, ഇപ്പോൾ വീട് പണി നടക്കുന്നു, ഇപ്പോൾ 2 മാസം കൂടെ ഉള്ളല്ലേ വീട് പണി. അപ്പോൾ 2 മാസത്തിന് ശേഷം കയറി താമസവും എല്ലാം നന്നായിട്ട് നടക്കട്ടെ. സുധിച്ചേട്ടൻ്റെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു ചേച്ചി.